ഹലോ ഫ്രണ്ട്സ്, മഴത്തോരും മുമ്പയുടെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അലീനയുടെ ആ തീരുമാനം ബാലേന്ദ്രനെയും വിഭുതിയെയും കൃഷ്ണമോളെയും ഒക്കെ വല്ലാതെ വേദനിപ്പിച്ചു. അവരുടെ ബന്ധത്തിന് ആകെ തടസ്സമായിട്ടുള്ളത് കമലയാണ്. കമലയുടെ അധിക്ഷേപ വാക്കുകൾ കേട്ടാണ് അലീന അങ്ങനെ ഒരു കടുത്ത തീരുമാനം എടുക്കുന്നത്. അച്ഛാ, ചേച്ചി ഒരു തീരുമാനം എടുത്ത തീരുമാനം എടുക്കാനുള്ള കഴിവൊന്നും നമുക്കില്ല. അത് എങ്ങനെയായി തീരുമെന്ന് ബബിത ചോദിക്കുന്നുണ്ട് ബാലേന്ദ്രനോട്. ചേച്ചിയെ കണ്ടിട്ട് വല്ലാത്ത വിഷമം തോന്നുന്നു അച്ഛാ. കുറച്ചു നാളത്തെ അടുപ്പം വെച്ച് എനിക്ക് മനസ്സിലായിട്ടുണ്ട് മനുവേട്ടനോടുള്ള അലീന ചേച്ചിയുടെ സ്നേഹം. എന്താണ് അച്ഛൻ ഇതിനൊരു പോം വഴിയെന്ന് ബബിത ബാലേന്ദ്രനോട് ചോദിക്കുമ്പോൾ, ഞാൻ എന്ത് പറയാനാണ് മോളെ, അത് നീ പറഞ്ഞതുപോലെ തന്നെയാണ്. അലീനയെ എതിർക്കാൻ നമുക്ക് ആർക്കും കഴിയില്ല. അവളെടുക്കുന്ന തീരുമാനങ്ങൾ നമുക്കൊരിക്കലും മാറ്റാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട് ബാലേന്ദ്രൻ. എന്തായാലും നിങ്ങളിപ്പോ ചേച്ചിയോട് ഇതിനെ കുറിച്ചൊന്നും സംസാരിക്കണ്ട, അവളുടെ മനസ്സൊക്കെ ഒന്ന് തണുക്കട്ടെ എന്ന് പറയുന്നുണ്ട് ബാലേന്ദ്രൻ. കൃഷ്ണമോൾ ബാലേന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, അച്ഛാ ഇതൊന്നും ആരും അറിഞ്ഞുകൊണ്ടായിരിക്കില്ല കമലാന്റി ഇവിടെ വന്ന് കാട്ടിക്കൂട്ടിയതൊക്കെ. ഇനിയിപ്പോ ഇതൊക്കെ മന്നവേട്ടൻ അറിയുമ്പോൾ എന്തായിരിക്കും? ചേച്ചി ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് അറിയുമ്പോൾ ആ പാവം തകർന്നു പോകില്ലേ എന്ന് പറയുന്നുണ്ട് കൃഷ്ണ. ചേച്ചിക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരാളാണ് മനുവേട്ടൻ. ആ മനുവേട്ടനെയാണ് ഇങ്ങനെ നമ്മൾ മനസ്സുകൊണ്ട് വേദനിപ്പിക്കുന്നത്. ആ സമയം കമലയുടെ സ്വഭാവം എല്ലാവർക്കും അറിയാം. മനു ഒരിക്കലും കമലയെ വകവയ്ക്കില്ല എന്ന് ബാലേന്ദ്രനും പറയുന്നുണ്ട്. എന്തായാലും ഇതൊന്നും ആരോടും നിങ്ങളിപ്പോൾ സംസാരിക്കേണ്ട, നമുക്ക് വഴുന്നെടുത്ത് വെച്ച് കാണാമെന്ന് പറയുന്നുണ്ട് ബാലേന്ദ്രൻ. എന്നിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. കമല ദേഷ്യത്തോടെ കടപ്പാട്ടൂരേക്ക് എത്തുന്നുണ്ട്. ലിവിംഗ് റൂമിലേക്കുന്ന ശിവശങ്കരനോട് പറയുന്നുണ്ട്, നിങ്ങളെ കൊണ്ട് നടത്താൻ കഴിയാത്ത കാര്യമാണ് ഞാൻ നടത്തിയിട്ട് വന്നിരിക്കുന്നതെന്ന്. കമലയുടെ ആ വാക്കുകൾ ഒട്ടും തന്നെ ശിവശങ്കരന് മനസ്സിലാകുന്നില്ല അവരെന്തായി പറയുന്നതെന്ന്. മനുവിന്റെ കാര്യത്തിന്റെ, അതായത് മനു പറഞ്ഞ വാചകങ്ങൾക്ക് പിറകെ കമല പോകുമെന്ന വിചാരമൊന്നും ശിവശങ്കരനില്ലല്ലോ. ഹരിയെ ജയിലിൽ നിന്ന് ഇറക്കണമെന്ന് പറഞ്ഞു നടക്കുന്ന ആൾ മനുവിന്റെ പ്രണയത്തിന് പിന്നാലെ പോകുമെന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്തതുകൊണ്ട് ശിവൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തു ചെയ്തു എന്നാണ് പറയുന്നതെന്ന്. ഹരി ഇറക്കാനുള്ള എന്തെങ്കിലും പോം വഴി നീയും നിന്റെ സഹോദരന്മാരും കൂടെ കണ്ടുപിടിച്ചു എന്നും ചോദിക്കുന്നുണ്ട് ശിവൻ. ശിവന്റെ ചോദ്യം കേട്ട്, ഇനി അതും കൂടെ ഞാൻ നടന്ന് ശരിയാക്കാം. നിങ്ങളെ കൊണ്ട് നടക്കില്ലല്ലോ എന്റെ മകനെ ഇറക്കിക്കൊണ്ടുവരാൻ. അതിന് ഞാൻ തന്നെ ഇറങ്ങണമെന്നാണെങ്കിൽ അത് അങ്ങനെ ആകട്ടെ. പിന്നെ എന്തൊക്കെയാണ് നീ കിടന്ന് പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ, നിങ്ങളുടെ മകൻ ഒരുത്തിക്ക് വേണ്ടി ഒറ്റക്കാലത്ത് അവസായിരുന്നല്ലോ എന്ന് പറയുന്നുണ്ട് കമല. അവന്റെ ആ തീരുമാനം ഞാൻ അങ്ങ് ഇല്ലാതാക്കി. നീ എങ്ങനെയാണ് ഇല്ലാതാക്കിയതെന്ന് തെളിച്ചു പറയടി എന്ന് പറയുന്നുണ്ട് ശിവൻ. എങ്ങനെയാണെന്നോ, ഞാൻ അവളെ പോയി കണ്ടിരുന്നു. ബാലേന്ദ്രന്റെ ആ വേലക്കാരിയെ കൊണ്ടുകിടന്ന മതിയായതുകൊണ്ട് ഇപ്പോൾ തലയിൽ വെച്ച് കൊടുക്കാൻ ഒരാളെ കിട്ടിയിട്ടുണ്ടല്ലോ, നമ്മുടെ മോനെ. അത് ഞാനങ്ങ് നടത്തി കൊടുക്കുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? നിങ്ങളുടെ കുടുംബ പാരമ്പര്യമൊക്കെ കുറെയൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ എന്റെ മകൻ എന്റെ തറവാട്ടിൽ മഹിമ പോലുള്ള ഒരു തറവാട്ട് മഹിമയിൽ നിന്ന് തറവാട്ടിൽ നിന്ന് ഞാൻ ബന്ധം ആലോചിക്കുന്നു പറയുന്നുണ്ട് കമല. അല്ലാതെ ആ വേലക്കാരിയെ ഞാൻ മോനെ കൊണ്ട് കെട്ടിക്കില്ല എന്ന് പറയുന്നുണ്ട് കമല. നിർത്തടി നിന്റെ വായടയ്ക്കെന്ന് പറയുന്നുണ്ട് ശിവൻ. ആ അപവാദം പറയുന്ന നിന്റെ ആ നാവുണ്ടല്ലോ, അത് ഞാൻ വലിച്ചഴിച്ച് പുറത്തിട്ടാലുണ്ടല്ലോ അവസാനിക്കും നിന്റെ സാമർഥ്യം. എത്ര കിട്ടിയാലും പഠിക്കാത്തവൾ, നിന്നോട് എത്ര പ്രാവശ്യം ബാലേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് ആ വീട്ടിൽ കയറി ചെല്ലരുന്നു എന്ന് പറയുന്നുണ്ട് ശിവൻ. അല്ലെങ്കിൽ നിങ്ങളുടെ ബാലേന്ദ്രന്റെ വിരുന്നുണ്ടാണെന്നല്ല ഞാൻ അങ്ങോട്ട് പോയത്. എന്റെ മകനെ ഒരു പ്രശ്നത്തിൽപ്പെട്ട് കിടക്കുകയാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാ. അതിൽ നിന്ന് രക്ഷിക്കാനാ. ഇളയവൻ ജയിൽവാസമല്ലേ, മറ്റവൻ ജീവിതാവസാനം വരെ അഴുക്കുചാലി കിടക്കേണ്ട അവസ്ഥയിലാ അവൻ ചെന്ന് നിൽക്കുന്നതെന്ന് പറയുന്നുണ്ട് കമല. നീ എന്തറിഞ്ഞിട്ടാണ് കമലയെ സംസാരിക്കുന്നത്? നിനക്ക് എന്തറിയാം അലീനയെ കുറിച്ച്? എനിക്കൊന്നും അറിയണ്ട ശിവേട്ട അവളെ കുറിച്ച്. അല്ലെങ്കിൽ തന്നെ അവളെ പോലെ ഒരുത്തിയെ കുറിച്ച് എന്തറിയാനാണെന്ന് ചോദിക്കുന്നുണ്ട് കമല. അത് തന്നെയാണ് നിന്റെ കുഴപ്പം. നിനക്കറിയാത്തതായ ഒരുപാട് കഥകളുണ്ട്. അതൊരിക്കലും മോശം കഥകളൊന്നുമല്ല, വളരെ ശുദ്ധിയുള്ള കഥകൾ. നീ എന്നോടൊരിക്കൽ പറഞ്ഞില്ലേ എന്റെ മകൻ അവളെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ എന്റെ മുഖത്തൊരു ചെറുപുഞ്ചിരി കണ്ടെന്ന്? അതെ, അത് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അവളെ പോലെ ഒരു പെൺകുട്ടിയെ ഒരിക്കലും എന്റെ മകനെ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങൾക്കെന്താ ഭ്രാന്തായോ എന്ന് ചോദിക്കുന്നുണ്ട് കമല. ഇന്ന് ബാലേന്ദ്രന്റെ വീട്ടിൽ ചെന്നപ്പോഴും ദൈവത്തിനെ സ്തുതിക്കുന്ന പോലെയാണ് ബാലേന്ദ്രനും പെൺമക്കളും അലീന ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് സ്തുതിക്കുന്നതെന്ന് പറയുന്നുണ്ട് കമല. അതൊക്കെ എന്ത് കണ്ടിട്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ആ ചെക്കനെ ജയിലിൽ നിന്ന് ഇറക്കിക്കൊണ്ടു വന്നതിനോ? ഇതിനാണ് ഇവരൊക്കെ ഇവിടെ ഇങ്ങനെ കിടന്ന് സ്തുതിക്കുന്നതെന്ന് പറയുന്നുണ്ട് കമല. ആ രണ്ട് സന്താനങ്ങളെ മൂത്തവളുണ്ടല്ലോ ബബിത, അവളെന്നെ തല്ലിയില്ലാന്നേ ഉള്ളൂ അവളുടെ ചേച്ചി ഞാനെന്തോ പറഞ്ഞെന്ന് പറഞ്ഞിട്ട്. അവൾക്കൊക്കെ ഈ കമല ആരാണെന്ന് മനസ്സിലായിട്ടില്ല. മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ എന്ന് പറയുന്നുണ്ട് അവർ. എന്തോ ഭ്രാന്തലകിയ പോലെ കമല പറയുന്നിട്ട് ശിവൻ പറയുന്നുണ്ട്, ഇനി ഒരക്ഷരം പറഞ്ഞാൽ നിന്റെ മുഖം ഞാൻ അടിച്ചു പൊട്ടിക്കുന്ന. അത് തന്നെയാണ് നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത്. അവളെ പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ എന്തിനാണ് ഇങ്ങനെ പൊള്ളുന്നതെന്ന് ചോദിക്കുകയാണ് കമല. അതാണ് ഈ പറഞ്ഞത്, പറഞ്ഞു തരാൻ മിണ്ടാതെ നിന്ന് കേൾക്കാമെന്ന് പല്ലി ഞരിച്ചുകൊണ്ട് ശിവൻ പറയുന്നുണ്ട്. പറയിപ്പിക്കടി എന്നെ കൊണ്ടൊന്നും പറയുന്നുണ്ട്. നീ അവളുടെ വീട്ടിൽ കയറി ചെന്നിട്ടാണ് നീ ആരാണെന്ന് നിനക്ക് എന്താ അവകാശമാണെന്നും ചോദിച്ചത്. അതറിയോ നിനക്ക്? അതറിയില്ല. നിങ്ങൾക്ക് ഭ്രാന്താണ് ശിവേട്ട. അത് അയാൾ ആ ബാലേന്ദ്രൻ അയാളുടെ കൂടെ കൊണ്ടു നടക്കാൻ ഉണ്ടാക്കിയ കഥയാണ്. അയാളുടെ കാമുകിയിലുണ്ടായ മകളാണ് അലീനയെന്നൊക്കെ. അല്ലാതെ അയാളും ആ പെണ്ണും തമ്മിൽ യാതൊരു ബന്ധവും രക്തബന്ധവും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല എന്ന് പറയുന്നുണ്ട് കമല. നിങ്ങൾക്കൊക്കെ എന്ത് സംഭവിച്ചു എന്നും കൂടി കമല ചോദിക്കുമ്പോൾ, നീ ഒന്ന് സമാധാനമായിട്ട് കേൾക്കുക. നീ പറയുന്നതിൽ ഒരു കാര്യം സത്യമാണ്. ബാലേന്ദ്രനും അലീനയും തമ്മിൽ ഒരു രക്തബന്ധമൊന്നുമില്ല. പക്ഷേ ഈ പറയുന്ന അലീനയും ഞാനും തമ്മിലുണ്ട്. അലീനയും വൈജിയും തമ്മിലുണ്ട്. അലീനയും നിന്റെ മക്കളും തമ്മിലുണ്ട്. അതൊക്കെ നിനക്ക് അറിയുമോ എന്ന് ചോദിക്കുകയാണ് ശിവൻ. ബാലേന്ദ്രന് മുമ്പിൽ നാണം കെട്ട് ജീവിക്കേണ്ട അവസ്ഥ അതാണിപ്പോ ഞങ്ങൾക്ക്. അതിനൊക്കെ പുറമെയാണ് നീയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഈ പ്രശ്നങ്ങൾ എന്ന് പറയുന്നുണ്ട് ശിവൻ. നീ ഇപ്പൊ ചിന്തിക്കുകയായിരിക്കും ബാലേന്ദ്രന്റെ മുമ്പിൽ ഞങ്ങൾ എന്തിനു നാണം കെടണം എന്ന്. കേൾക്കണോ നിനക്ക്? ഇനിയെങ്കിലും നീ പറഞ്ഞ ആ പിഴച്ചവളെ എന്നുള്ള വാക്കുണ്ടല്ലോ, അത് മേലാ പറഞ്ഞു പോകരുത്. അതിനാണ് എല്ലാം ഞാൻ പറയുന്നതെന്ന് പറയുന്നുണ്ട്
ശിവൻ: കമലേ, അലീന ഞങ്ങളുടെ മകളാണ്, ഞങ്ങളുടെ വൈജിയുടെ മകളാണ് അലീന എന്ന സത്യം ശിവൻ അവളെ തുറന്നു പറയുകയാണ് കേട്ടോ. കമല വളരെ അതിശയത്തോടെയും എന്നാൽ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലും വളരെ സ്വരം താഴ്ത്തിക്കൊണ്ട്, നിങ്ങൾ എന്നെ തോൽപ്പിക്കാനാണോ ഈ ഇല്ലാ കഥ പറഞ്ഞുണ്ടാക്കുന്നത് ചോദിക്കുന്നുണ്ട്. വൈജിയുടെ മകളാണ് പോലും. വൈജി ഞാൻ വന്നതിന് ശേഷമല്ലേ അവരെ മൂന്നുപേരെയും പ്രസവിച്ചതെന്നും ചോദിക്കുന്നുണ്ട് കമല. പിന്നെ ഞാൻ അറിയാതെ എങ്ങനെയാണ് വൈജിക്ക് മറ്റൊരു കുഞ്ഞ്? എന്താ ശിവേട്ടാ, എന്തായി പറയുന്നു എന്ന് ചോദിക്കുന്നുണ്ട് കമല. നമ്മുടെ വിവാഹശേഷമാണ് നിങ്ങൾ ആഗ്രയിൽ നിന്ന് വൈജിയെ കൊണ്ടുവരുന്നതും വൈജിയും ബാലചന്ദ്രനുമായുള്ള വിവാഹം നടത്തി കൊടുക്കുന്നതും. പിന്നെ നിങ്ങൾ എന്നെ പറ്റിക്കാനാണ് എങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത്? കഷ്ടം എന്റെ ശിവേട്ട, സ്വന്തം സഹോദരിയെ കുറിച്ചാണ് പറയുന്നതെന്നുള്ള ബോധം ഉണ്ടായിരിക്കണമെന്ന് പറയുന്നുണ്ട് കമല. അത് തന്നെയാണടി ഞാനും പറയുന്നത്. ഞങ്ങളുടെ സഹോദരിയെ കുറിച്ചാണ് ഞങ്ങൾ എന്തിനാ ഇല്ലാ കഥ പറഞ്ഞുണ്ടാക്കുന്നത്? അവളെ ആ അലീന വൈജിയുടെ മൂത്ത മകളാണ്. ബാലേന്ദ്രന് അവളായിട്ട് ഒരു രക്തബന്ധവുമില്ല. എന്നാൽ വൈജിയോടുള്ളതിനേക്കാൾ മനസ്സുകൊണ്ട് അലീനയായിട്ട് ബന്ധമുള്ളത് ബാലേന്ദ്രനാണ്. അവൾക്ക് ആഗ്രയിൽ വെച്ച് സ്റ്റാൻലി എന്നൊരു പട്ടാളക്കാരനായിട്ടുള്ള ബന്ധമാണ്. അവർ തമ്മിൽ വിവാഹം കഴിക്കാൻ ഇരുന്നിരുന്നാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബന്ധത്തിലായിപ്പോയതും. വൈജ പോലും അവളുടെ വയറ്റിൽ കുഞ്ഞുണ്ടെന്നുള്ള വിവരം അറിഞ്ഞത് വളരെ വൈകിയാണ്. അപ്പോഴേക്കും ഒന്നും ചെയ്യാനാവാത്ത വിധം ആ കുഞ്ഞ് വളർന്നിരുന്നു എന്നൊക്കെ ശിവൻ പറഞ്ഞിട്ടുണ്ട്. സ്റ്റാൻലി ആ സമയത്ത് അവളോട് പോലും പറയാതെ അയാളുടെ നാട്ടിലേക്ക് പോയി. അവളെ ചതിച്ചു പോയ ആളുടെ പിറകെ പോകാൻ ആർക്കും മനസ്സും ഉണ്ടാവില്ല. അലീന കുറച്ചു നാളായിട്ട് അയാളുടെ വീട്ടിലായിരുന്നു. നീ ഇവിടെ കിടന്ന് പറഞ്ഞിരുന്നല്ലോ അലീനയെ കൊണ്ടുപോകാൻ അവളുടെ അച്ഛനും ബന്ധുക്കളും ഒക്കെ വന്നിരുന്നു എന്ന്. അത് ശരിയാണ്, അത് അവളുടെ സ്വന്തം അച്ഛൻ തന്നെയാണെന്ന് പറയുന്നുണ്ട് ശിവൻ. വൈജയെ ചതിച്ചിട്ട് പോയിന്ന് വൈജ വിശ്വസിക്കുന്ന സ്റ്റാൻലി കേട്ട് സ്തംഭിച്ചു നിൽക്കുന്നുണ്ട് കമല. അവളെ നാട്ടിൽ വന്ന ഉടനെ ഗംഗേട്ടൻ ഞങ്ങളെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അവളെ ഇവിടെ നിന്ന് മാറ്റാനും പ്രസവം മറ്റിടത്ത് വെച്ച് ആക്കാനും തീരുമാനമെടുത്തു. നാട്ടിലൊരു കുഞ്ഞു പോലും അതൊന്നും അറിഞ്ഞില്ല. എന്തിനാ ഈ വീട്ടിലുണ്ടായിരുന്ന നീ പോലും ഒന്നും അറിഞ്ഞില്ലല്ലോ എന്ന് പറയുന്നുണ്ട് ശിവൻ. വൈജിയുടെ ആ കുഞ്ഞ് മരിച്ചുപോയി എന്നാ പറഞ്ഞു എന്ന് പറയുന്നുണ്ട് ശിവൻ. എല്ലാ അച്ഛന്റെയും രാവണ്യമ്മാവന്റെയും തീരുമാനമായിരുന്നു. ഗംഗേട്ടൻ അവളെ കൊണ്ടുപോയി ചീത്തയാക്കിയെന്നായിരുന്നു എല്ലാവരുടെയും സംസാരം. അത് കാരണം ഗംഗേട്ടനോട് പോലും ഒന്നും പറഞ്ഞില്ല. പാവം ഗംഗേട്ടൻ അതിനൊക്കെ ഒരുപാട് പഴി കേട്ടു. അലീനയെ ഇവിടെ എത്തിച്ച അച്ഛനാണ്. അവളോട് ചെയ്ത പാപത്തിന് ഒരു പരിഹാരമാകട്ടെ എന്ന് കരുതി കാണും അച്ഛൻ. അലീനയുടെ ചെലവിനായി അഭിജിത്ത മമ്മിക്ക് പണം അയച്ചു കൊടുക്കാറുണ്ടായിരുന്നു അത്രേ അച്ഛൻ. അവസാനം അവൾക്ക് അസുഖം വന്നതുകൊണ്ട് ആ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാൻ പറ്റാതെ വരികയും ചെയ്തു. അസമയം ആ സ്ത്രീ അഭ്യർത്ഥിച്ചുകൊണ്ടായിരിക്കാം അച്ഛൻ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ തീരുമാനിച്ചത്. അത് മാത്രമല്ല, എന്റെ മകനോട് എന്റെ അച്ഛൻ പറഞ്ഞിരുന്നു അവൾക്ക് തണലായി എന്നും കൂടെ ഉണ്ടാകണമെന്ന്. അസമയം കമല ഒരു കാര്യം തിരിച്ചു ചോദിക്കുന്നുണ്ട്. അപ്പൊ ബാലേന്ദ്രൻ അറിഞ്ഞുകൊണ്ടാണ് വൈജിയുടെ മകളായ അവളെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത്? അല്ല, ഒരിക്കലുമല്ല. ബാലേന്ദ്രൻ പിന്നീടാണ് ആ കഥകളൊക്കെ അറിഞ്ഞത്. അത് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഒരു അബദ്ധം കാണിച്ചല്ലോ അവളെ തട്ടിക്കൊണ്ടുപോയി നാട് കടത്താനുള്ള ഒരു ശ്രമം എന്ന് പറയുന്നുണ്ട് ശിവൻ. അതോടെയാണ് ബാലേന്ദ്രൻ ഞങ്ങളെ അറിയിച്ചത് ഇതൊക്കെ. അലീനയുടെ ഒരു ഫോൺ സംഭാഷണത്തിലൂടെയാണ് ബാലേന്ദ്രനൊക്കെ മനസ്സിലാക്കിയത്. അതോടെയാണ് ബാലേന്ദ്രന് വൈജിയോടുള്ള ആറ്റിറ്റ്യൂഡ് മാറിയത്. ഓ, അങ്ങനെ വരട്ടെ. ഭാര്യ സ്നേഹം വിട്ട ശത്രുപക്ഷത്തേക്ക് മാറിയത് എന്താണെന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കമല. ഉടനെയല്ലേ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞെന്നും ബാലേന്ദ്രന് അറ്റാക്ക് വന്നതെന്ന് പറയുന്നുണ്ട് കമല. നിങ്ങള് മൂന്ന് സഹോദരങ്ങളും അച്ഛനും അമ്മാവനെയും സമ്മതിച്ചു തന്നിരിക്കുന്നു. എത്ര വിദഗ്ധമായിട്ടാണ് നിങ്ങളുടെ സഹോദരിയെ ബാലേന്ദ്രന്റെ തലയിൽ വെച്ചു കെട്ടിക്കൊടുത്തത്. ബാലേന്ദ്രന് കുട്ടിക്കാലം മുതൽക്ക് വൈജിയോട് സ്നേഹമായിരുന്നെന്നും അവളെ കല്യാണം കഴിക്കാൻ വേണ്ടിയാണ് കൂടീഷ്ണനായതെന്നും ശിവേട്ടന്റെ അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരുത്തിക്ക് വേണ്ടിയാണ് അയാൾ കഷ്ടപ്പെട്ടതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് അയാളോട് സഹതാപം തോന്നുന്നു എന്ന് പറയുന്നുണ്ട് കമല. ബാലേന്ദ്രൻ എത്ര മനക്കെട്ടിയുള്ള ആളാണെന്നും പറയുന്നുണ്ട് കമല. പക്ഷെ അവസാന കാലത്ത് അവളാണല്ലോ താങ്ങുന്നടലും ആയത് ബാലേന്ദ്രന്. ആ കുടുംബത്തെ അവൾ കരകയറ്റിയില്ലേ. രോഹിത കേസിൽ നിന്ന് ഊരിപ്പോരുമെന്ന് ആരെങ്കിലും വിചാരിച്ചിരുന്നോ? ഹരിക്ക് നമ്മൾ എത്ര ശ്രമിച്ചിട്ടും ജാമ്യം എടുക്കാൻ പറ്റുന്നുണ്ടോ? അവസാനത്താണ് രോഹിത്തിനെ ഒരു കുഴപ്പവും കൂടാതെ അലീന രക്ഷപ്പെടുത്തിയെന്നൊക്കെ പറയുന്നുണ്ട് ശിവൻ. അങ്ങനെ മനുവിന്റെയും അലീനയുടെയും കല്യാണത്തിന് അനുകൂലിക്കണമെന്ന് ശിവൻ പറയുന്നുണ്ട്.